Young Stocks, so let's react to the next song from Krishnam Pranay. That name I own. അതാണ് ഇച്ചിരി പ്രയാസമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഗോൾഡൻ സ്റ്റാർ ഗണേഷിന്റെ ആണ് ഈ ഒരു മൂവി. വി റിയാക്ടഡ് ലാസ്റ്റ് ടൈം ചിന്നമ്മ സോങ് ആൻഡ് അതിനുശേഷം ലൈക്ക് ബട്ട് ദാറ്റ് ഒരു ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നത്. ഐ വാസ് വെയിറ്റിംഗ് ടു സീ ദ വിഷ്വൽ. ആ ഒരു വിഷ്വൽ ഉണ്ടായിരുന്നില്ല. അതും സ്മോൾ ആയിട്ട് കാണിക്കും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡാൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു സോങ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ സോങ്. ശരിക്കും ആ ഒരു കൃഷ്ണം പ്രണയ സഖി എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീൽ ആയിരുന്നു. ആ പ്രത്യേകിച്ച് ആ മ്യൂസിക്കിനും പാടിയതെല്ലാം. പക്ഷെ ആ ഒരു വിഷ്വലും കൂടി കുറച്ച് തന്നിരുന്നെങ്കിൽ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് വെരി, കാരണം നമുക്കറിയാം നമ്മൾ അദ്ദേഹത്തിന്റെ മുങ്കാരുമലൈ മൂവി, പിന്നെ ഏതായിരുന്നു ഗാലിപ്പാട്ട. സോ ദീസ് മൂവീസ് വി വാച്ച് ആൻഡ് റിയാക്ടഡ്. അപ്പൊ തന്നെ നമ്മൾക്ക് വി ഹാവ് ദാറ്റ് ലവ് ടു ദിസ് ആക്ടർ. കാരണം ഈസ് വെരി ക്യൂട്ട്. അതും ഭയങ്കര എനർജറ്റിക് ആണ്, പോസിറ്റീവ് ആണ് അല്ലെ. അവർ എപ്പോഴും ഒരു സ്മൈലും പിടിച്ചോണ്ടല്ലേ സിനിമയിലൊക്കെ വരും. ഒരു റൊമാൻറ്റിക് ആൻഡ് ആ ഒരു റൊമാൻറ്റിക് ഫീൽ, ഒരു പെയിൻ വരുന്ന സമയത്ത് വി ക്യാൻ ഓൾസോ സെൻസ് ദ പെയിൻ. ഐ തിങ്ക് വി ക്യാൻ ഗോ വിത്ത് ഹിസ് ഇമോഷൻസ് അല്ലെ. ആ ഒരു ജേർണി നമുക്ക് വല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ആ ഒരു ഡയലോഗ് ഡെലിവറി, ഫണ്ണി ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഹൗ വി ആർ ടോക്കിംഗ് ലൈക്ക് നോർമലി ലൈക്ക് വിത്ത് എ ഫ്രണ്ട് ഓർ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് when we are watching, because that's a two movie which we watch. We haven't watched any of other movies. പക്ഷെ അത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹിസ് സ്ക്രീൻ പ്രസൻസ്, ആ ഒരു ചബ്ബിനെസ് ആൻഡ് ക്യൂട്ട്നെസ്, എല്ലാ സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇതില് ഇസ് ലുക്ക് ഇറ്റ് സെൽഫ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. അതായത് പണ്ടത്തെ നമ്മളൊരു ലുക്ക് ആയിട്ടല്ല ഈ സോങ്ങില് കാണുന്ന സമയത്ത് ഒരു ഡിഫറെന്റ്, അതായത് ഒരു ഭയങ്കരമായിട്ട് ആ പണ്ടത്തെക്കാളും ഭംഗി വെച്ചിട്ടുണ്ട്. മെച്ചുവേർഡ് ലുക്കാണ് ഇപ്പൊ ഉള്ളത്. പണ്ട് കുറച്ചും കൂടി ഒരു ക്യൂട്ട് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ കുറച്ചും കൂടി മെച്ചുവേർഡ് ലുക്കാണ്. ദ്വാപര എന്നാണ് സോങ്ങിന്റെ പേര്. ഈ സോങ്ങിന്റെ കഴിഞ്ഞ പ്രാവശ്യം ചിന്നമ്മ, ഈ പ്രാവശ്യം ദ്വാപര. സോ ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ദാറ്റ് കൃഷ്ണം പ്രണയ സഖി, ആ ഒരു സംഭവം. മൽവിക നായരാട്ടെ ഇതിലെ നായിക. ആൻഡ് അതുപോലെ തന്നെ അർജുൻ ചെന്നിയുടെ മ്യൂസിക് ആണ്. ആൻഡ് പാടിയിരിക്കുന്നതും പഞ്ചാബി സിംഗർ ആണ്, ജസ്കരൻ സിംഗ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും കാണാം. തുടങ്ങാം. റെഡി?
പക്ഷെ നല്ല രസം ആ ഒരു പാടിയത്. സിംഗർ നോർത്ത് ആണെങ്കിലും പഞ്ചാബ് തബല. വൈബാണ്. ശ്രീന ആ ഒരു പേര് സൂചിപ്പിക്കുന്നു അല്ലെ, കൃഷ്ണം പ്രണയസഖി. ഞാൻ കൃഷ്ണം പ്രണയവിലാസം ദാറ്റ്സ് എ മലയാളം മൂവി ആക്ച്വലി. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ ലൈക്ക് ആ ഒരു മ്യൂസിക്കും അങ്ങനെയാണ് വരുന്നത്. ആ ഒരു സോങ്ങിൽ ലൈക്ക് സോ മെനി എലമെന്റ്സ് വിച്ച് ഇസ് വെരി മച്ച് കണക്റ്റഡ് വിത്ത് ദ നെയിം ഓഫ് ദ മൂവി. അതാണ് മെയിൻ ആയിട്ട്. ആൻഡ് എസ്പെഷ്യലി ലൈക്ക് എനിക്ക് തോന്നുന്നത് ഐ വാസ് ഗെറ്റിംഗ് മോർ കണക്ട് വിത്ത് ദിസ് മുങ്കാരിമല ആൻഡ് ഗാലിപ്പാട്ട. ആ ഒരു മൂവിയിലെ കുറെ സോങ്സ് ഉണ്ടല്ലോ. സോ ദാറ്റ് വൈബ് ഐ വാസ് ഗെറ്റിംഗ് വെൻ ഐ ബിക്കോസ് സീ ദ വൈബ് ആൻഡ് ദ ട്യൂൺ ഇറ്റ്സെൽഫ് ഇസ് ടോട്ടലി ഡിഫറെന്റ് ആണെങ്കിലും സംവെയർ ഐ ആം ഗെറ്റിംഗ് ദ വൈബ് ഓഫ് ദാറ്റ് മൂവീസ്. ഒരു ഓൾഡ് സോങ്ങിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. കാരണം അതിന്റെ അകത്ത് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് മെയിൻ ആയിട്ട് തബല ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊന്നും നമ്മൾ കേൾക്കുന്ന സോങ്സിൽ തബല യൂസ് ചെയ്യാറില്ല. കൂടുതലും ഇൻസ്ട്രുമെന്റ്സ് വിൽ ബി ലൈക്ക് മോർ ബീറ്റ് ടുക് ടുക് ടുക്. ആ ഒരു സംഭവം ഇതിന്റെ അടുത്ത് ആ സാധനം ഇല്ലേ, തബല ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. വി ആർ ഫീലിംഗ് ദാറ്റ്. നോ വി ആർ ലൈക്ക് വി ആർ ഹാവിംഗ് എ ജേർണി വിത്ത് ദ തബല. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുണ്ട്. പിന്നെ അത് മാത്രമല്ല സോങ്ങിലാണെങ്കിൽ വിഷ്വൽ ലൈക്ക് ഐ ഡോണ്ട് നോ ഇൻ മൂവി വിച്ച് ഏരിയ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി പ്ലേസ്ഡ്. പ്രത്യേകിച്ച് എന്താണ് ഈ ഗോൾഡൻ സ്റ്റാർ ഗണേഷിന്റെ ആ ഒരു കോസ്റ്റ്യൂം പ്ലസ് ദ ഹോവർ ഇസ് ദ ലൈക്ക് യുനോ ഡാൻസിങ് അവരുടെ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ആക്ട്രസിന്റെ അടുത്ത കോസ്റ്റ്യൂം വിച്ച് വാസ് വെരി നോർമൽ. ലൈക്ക് ഷി വാസ് ലൈക്ക് ഫ്ലഷിംഗ് ഔട്ട് വിത്ത് യുനോ ആ ഒരു സീനിൽ തന്നെ ഇല്ലാത്തൊരു ഫീൽ അടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര. അതുകൊണ്ടാണ് ദാറ്റ്സ് വാട്ട് ഐ വാസ് ടെല്ലിങ് ആക്ച്വലി. ലൈക്ക് ഐ വാസ് തിങ്കിങ് ഇത് ശരിക്കും ഇത് എനിക്ക് തോന്നുന്നത് മൂവിയിൽ വരുന്ന സമയത്ത് ഇറ്റ്സ് ഗോയിങ് ടു പ്ലേസ് ഇൻ എ ഡിഫറെന്റ് ഏരിയ. ഇത് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് നമ്മളത് മേ ബി ഇത് മാത്രമല്ല, മേ ബി ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് നമ്മളിനി കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ കാണിച്ചാണെങ്കിലോ സിനിമയിൽ ചിലപ്പോൾ ഡിഫറെന്റ് ആണെങ്കിൽ ക്യാൻ ബി അതൊരു കൂടുതലൊരു പെർസ്പെക്ടീവ് ഓഫ് ഗണേശന്റെയാണ്. ആൻഡ് അത് മാത്രമല്ല ആ ഒരു മാച്ച് ചെയ്യുന്നതും ഗണേശന്റെ ഭാഗമാണ് കൂടുതൽ അല്ലെ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഗണേശന്റെ കോസ്റ്റ്യൂംസും ഒരു മാച്ച് ചെയ്യുന്നത്. ബിക്കോസ് ലൈക്ക് ഇഫ് ഷുഡ് ഹാവ് കം വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ കോസ്റ്റ്യൂം നോ ലൈക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണം എന്ന് വെച്ചാൽ വെൻ ദ സോങ് വുഡ് ബി കമ്മിങ് നമ്മളെ ഡെഫിനറ്റ്ലി ഒരു ഹീറോയിനെ രണ്ടുപേരെയും നമ്മള് നോക്കും അവിടെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഷീസ് ഇൻവിസിബിൾ സോ മെനി ഏരിയാസ്. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും അവിടെ ഫോക്കസ് ആവുന്നത് നമ്മള് ഇൻസ്ട്രുമെന്റ്സ് മ്യൂസിക് പ്ലസ് നമ്മളെ ജസ്കരൻ സിംഗിന്റെ ആ ഒരു വോയിസിൽ അത് നമ്മളെ മാച്ചായി വരികയാണ്. ഗണേഷായിട്ട് ഫസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു വോയിസ് പോലെ തോന്നുമെങ്കിലും ലേറ്റർ ഓൺ വി ആർ ഗെറ്റിംഗ് ദാറ്റ് മാച്ചിങ് അല്ലെ. ആ മാച്ചായി വരുമ്പോഴേക്ക് വി ആർ ഫോർഗെറ്റിംഗ് മൽവിക നായർ. ആ ഒരു സംഭവം വരുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ലൈക്ക് അത് മൂവിയിൽ ഡിഫറെന്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ദാറ്റ്സ് വാട്ട് വി ആർ ഫീലിംഗ്. പക്ഷെ എന്തായാലും സോങ് ആ ഒരു പണ്ടത്തെ ഒരു സോങ് കേൾക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പേഴ്സണലി ഐ ലൈക്ക് ദ ഫസ്റ്റ് സോങ് than this. I like that song. കാരണം ഇതെന്ന് പറയുന്നത് ചിലപ്പോ മൂവിയിൽ വരുന്ന സിറ്റുവേഷനോട് യോജിക്കുമായിരിക്കാം. പക്ഷെ ദാറ്റ് സോങ് വാസ് വെരി നൈസ്. ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ പർട്ടിക്കുലർലി വീഡിയോ സോങ് ആ ഒരു സോങ്ങിന്റെ. അപ്പൊ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർ അപ്ഡേറ്റ്സ് ഫ്രം ദിസ് മൂവി. സോ ഷെയർ യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് മൂവി ആസ് വെൽ ആസ് ദിസ് സോങ് ടു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.